ഹലോ മക്കളെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നെൻ്റെ ക്ലാസ് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കേരള എക്കോണമിയുടെ ബാലൻസാണ്. ഞാനത് ഒരു 2-3 ക്ലാസ്സുകളായിട്ടാണ് എടുക്കുന്നത്. അതുപോലുണ്ട് കേരള എക്കോണമിയെ പറ്റി പറയാൻ. കുറേ ഏകദേശ രൂപം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു. ഇന്ന് അതിൻ്റെ ബാലൻസാണ് പറയുന്നത്. അപ്പോൾ അത് ഓർത്തിരുന്നോണം. ഇത് 2ാം പാർട്ടായിട്ട് ഓർത്തിരുന്നോണം. കേരളത്തിൻ്റെ ടോട്ടൽ ജോഗ്രാഫിക്കൽ ഏരിയ എന്ന് പറയുന്നത് 38,863 സ്ക്വയർ കിലോമീറ്ററാണ്. അതായത് 38,863 സ്ക്വയർ കിലോമീറ്റേഴ്സ് ഉണ്ട്. അതുപോലെ ടോട്ടൽ ഹൗസ് ഹോൾഡ്സ്, മൊത്തം കുടുംബങ്ങൾ, കേരളത്തിലെ ടോട്ടൽ കുടുംബങ്ങൾ ഏകദേശം 86 lakhs ഉണ്ട്. അത് 1920 കണക്കനുസരിച്ച് 2019 കണക്കനുസരിച്ച് 2019-20 കണക്കനുസരിച്ച് 2019-20 കണക്കനുസരിച്ച് ഏറ്റവും പുതിയ കണക്കനുസരിച്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അതിൽ ഇനിയും മാറ്റങ്ങളുണ്ടാകാം. അത് 86 lakhs ആണ്. 86 ലക്ഷം വീടുകളാണുള്ളത്. പിന്നെ നമുക്ക് നാഷണൽ പാർക്ക് 5, അതുപോലെ തന്നെ വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് 18, പിന്നെ ടൂറിസം സെൻറ്റേഴ്സ്. നമുക്കറിയാമല്ലോ, കേരള ഈസ് എ ലാൻഡ് ഓഫ് ടൂറിസത്തിൻ്റെ ഒരു ലാൻഡാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ അറിയപ്പെടുന്നത് എന്താ, പിന്നെ ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ്. നമുക്ക് 14 ഡിസ്ട്രിക്ട്സ് ഉണ്ട്. ആ 14 ഡിസ്ട്രിക്ട്സിലും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ തിരുവനന്തപുരം നോക്കാമെങ്കിൽ വേളിയുണ്ട്, കോവളമുണ്ട്, എല്ലാം പ്രധാനപ്പെട്ട പൊന്മുടിയുണ്ട്. പിന്നെ കൊല്ലത്തോട്ട് വരാമെങ്കിലുണ്ട്, പിന്നെ തെമ്മല ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ. പത്തനംതിട്ടയോട്ട് വരാമെങ്കിൽ ഗവിയുണ്ട്. അങ്ങനെ അങ്ങോട്ട് ആലപ്പുഴയുണ്ട്, പുന്നമടക്കായൽ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു. പിന്നെ ജലോത്സവം ഉൾപ്പെടെയുള്ള അങ്ങനെ അങ്ങോട്ട് പോകുന്ന ഇഷ്ടം പോലെ ഉണ്ട്. എറണാകുളത്ത് ആവശ്യത്തിനുണ്ട്, കോട്ടയത്തുണ്ട്, ഇടുക്കി നമുക്കറിയാം, ഇടുക്കി, വയനാട് ഒക്കെ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ്. പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് എല്ലാം തന്നെ. അപ്പോൾ അങ്ങനെ ധാരാളം ടൂറിസ്റ്റ്, അതുപോലെ കൊച്ചി ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ്. വളരെയധികം റവന്യൂ ഗവൺമെൻറ്റിനും അതുപോലെ നാട്ടുകാർക്കും നല്ല ഇൻകം കിട്ടുന്ന വലിയൊരു സോഴ്സാണ്, വലിയൊരു ഇൻകം സോഴ്സാണ് കേരള ടൂറിസം എന്ന് പറയുന്നത്. അതിലും ഫേമസ് ആണ്. പിന്നെ അതുപോലെ തന്നെ HDI എടുത്താൽ, HDI എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഡെവലപ്മെൻറ്റിൻ്റെ അതിലൊക്കെ. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൻ്റെ അതിൽ ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റേറ്റ് കേരളയാണ്. അതുപോലെ തന്നെ PQLI, ഫിസിക്കൽ ക്വാളിറ്റി ലൈഫ് ഇൻഡെക്സ്, എഡ്യൂക്കേഷനും ഹെൽത്തും അതുപോലെ തന്നെ നമ്മുടെ ലൈഫും ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള കാൽക്കുലേഷനാണ്. അത് 95.34 ഉണ്ട് കേരളത്തിൽ. അപ്പോൾ അങ്ങനെ HDI, അതുപോലെ PQLI ഇതിൻ്റെ അതിലൊക്കെ കേരളം ടോപ്പിലാണ്. അതുപോലെ നമ്മുടെ ടോട്ടൽ പോപ്പുലേഷൻ എടുത്താൽ ഇപ്പം നമുക്ക് സെൻസസിൻ്റെ ലാസ്റ്റ് സെൻസസ് നടന്നത് 2011 അടുത്ത സെൻസസ് ന്യായമായിട്ടും വരേണ്ടത് 2021 ഇപ്പോൾ 24 എന്താ, കോവിഡ് വന്ന കാരണം അത് കളക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് കറക്റ്റായിട്ട് കണക്ക് പിന്നീടേ വരത്തുള്ളൂ. ഇത് ഏകദേശം ഇത് 2011 വെച്ചാണ് കറക്റ്റ്. പിന്നെ കിട്ടിയ പുതിയ ഡേറ്റയും ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ 334,06061 അത് പറഞ്ഞാൽ ഏകദേശം 334 lakhs അല്ലെങ്കിൽ 3.34 crores ആണ് 2011 നമ്മുടെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ പോപ്പുലേഷൻ. ഇപ്പോൾ കുറേ കൂടെ പുതുതായിട്ട് പറഞ്ഞാൽ 2023 ഒരു കണക്കനുസരിച്ച് അത് 3.58 crores ആയിട്ട് മാറിയിട്ടുണ്ട്, 3.58. അപ്പോൾ 2011 3.34 ആണെങ്കിൽ ഇപ്പോൾ 2023 ആയപ്പോഴത്തേന് 3.5 crores ആണ്. ഇനിയും ഇത്രയും ജനങ്ങൾ താമസിക്കുന്ന ലാൻഡ് ഏരിയ ഇന്ത്യയിൽ 2.76 ഉള്ളൂ കേരളത്തിന്. അതായത് ഇന്ത്യയുടെ ടോട്ടൽ ലാൻഡ് ഏരിയയുടെ 2.76 ഏരിയ മാത്രമേ ഉള്ളൂ. നമുക്ക് അവിടെയാണ് ഇത്രയും പോപ്പുലേഷൻ താമസിക്കുന്നത്. അത് ഓർത്തിരുന്നോണം. പിന്നെ മെയിൽ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ 48 ആണ്. നേരെ മറിച്ച് ഫീമെയിൽ പോപ്പുലേഷൻ 52%. ഇവിടെ കേരളത്തിൽ സ്ത്രീകളാണ് കൂടുതൽ. അപ്പം മെയിൽ പോപ്പുലേഷൻ 48 ഉള്ളൂ, ഫീമെയിൽ 52%. അതുകൊണ്ടാണ് ഈ ഇലക്ഷനൊക്കെ നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാൻഡിഡേറ്റ്സുകൾ അപ്രോച്ച് ചെയ്യുന്ന സ്ത്രീകളെയാണ്. അവർക്കാണ് കൂടുതൽ, അല്ലെങ്കിൽ അവരാണ് കൂടുതൽ നമ്പർ എന്ന് പറഞ്ഞാൽ. കേരളത്തിൽ നമുക്ക് പറയാം പിന്നെ ഈ ഫീമെയിലും മെയിലും തമ്മിലുള്ള റേഷ്യോ ഏതാണ്ട് കണ്ടോ, 1084 ഫീമെയിൽസ് ഫോർ 1000 മെയിൽസ്. ഓരോ 1000 ആണുങ്ങൾക്ക് കണക്കെടുക്കുമ്പോൾ 1084 സ്ത്രീകളുണ്ട്. അപ്പം സ്ത്രീകളാണ് കൂടുതൽ. വിമൻ ഔട്ട് നമ്പേർഡ് മെൻ എന്ന് പറയും. അതേസമയത്ത് നാഷണൽ ലെവലിൽ, അതായത് ഓൾ ഇന്ത്യ ലെവലിൽ വെറും 940 ഉള്ള സ്ത്രീകളും, അതായത് 1940 സ്ത്രീകളേ ഉള്ളൂ. നേരെ മറിച്ച് കേരളത്തിലാണെങ്കിലോ 1084 ഉണ്ട് സ്ത്രീകൾ, ഓർത്തിരുന്നോണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ റൂറൽ പോപ്പുലേഷൻ എടുത്താൽ 50, അതായത് ഗ്രാമപ്രദേശ പോപ്പുലേഷൻ അതാണ് കൂടുതൽ, 52.3% ആണ്. എന്നാൽ അർബൻ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 47.7% ആണ്.
പിന്നെ SC പോപ്പുലേഷൻ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം 30 lakhs ഉണ്ട്. ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് പറയുന്നത് 4.8 lakhs, ഏകദേശം 5 ലക്ഷത്തിനടുത്ത്. പിന്നെ നമ്മുടെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ അതൊക്കെ ഓർത്തിരുന്നോണം, 859 per square kilometer. ഏകദേശം ഒരു സ്ക്വയർ കിലോമീറ്റർ ഏരിയ എടുക്കുമ്പോൾ 859 പേരോളം അവിടെ താമസിക്കുന്നുണ്ട്. ഇനി നമ്മുടെ ചിൽഡ്രൻ പോപ്പുലേഷൻ വരികയാണെങ്കിൽ 10.3 ഉണ്ട്. ഇനി ഹയസ്റ്റ് പോപ്പുലേഷൻ ഡിസ്ട്രിക്റ്റ് മലപ്പുറമാണ്, ഓർത്തിരുന്നത്. ഹയസ്റ്റ് പോപ്പുലേഷൻ ഡിസ്ട്രിക്റ്റ് മലപ്പുറം. ലോവസ്റ്റ് എന്ന് പറയുന്നത് വയനാടാണ്. ഈ മലപ്പുറത്ത് തന്നെയാണ് നമ്മുടെ MLA-മാരും കൂടുതലുള്ളത്. MLA അതായത് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ മെമ്പേഴ്സ് ഏറ്റവും കൂടുതൽ ഏകദേശം 16 പേരും കണ്ടുണ്ട്. അപ്പോൾ ഹയസ്റ്റ് പോപ്പുലേഷൻ മലപ്പുറമാണ്, എന്നാൽ ലോവസ്റ്റ് എന്ന് പറയുന്നത് വയനാടാണ്, ഓർത്തോണം. പിന്നെ ഈ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് വളരെ സ്ലോ പത്തനംതിട്ടയാണ്. ലോവസ്റ്റ് ഗ്രോത്ത് റേറ്റ്, പോപ്പുലേഷൻ വളരെ ലോ റേറ്റിലാണ് പത്തനംതിട്ടയിൽ. എന്നാൽ ഹയസ്റ്റ് റേറ്റ് അത് മലപ്പുറത്താണ്, അത് ഓർത്തിരുന്നതാണ്. ഹയസ്റ്റ് റേറ്റ് മലപ്പുറമാണ്. പിന്നെ നമ്മൾ പറയുമ്പോൾ പിന്നെ നമ്മുടെ ലിറ്ററസി റേറ്റ് എടുത്താൽ 94 ആണ്. അതായത് 2011 കണക്കനുസരിച്ച് നമ്മുടെ ടോട്ടൽ ലിറ്ററസി റേറ്റ്, സാക്ഷരത എന്ന് പറയുന്നത് 94% ആണ്. എന്നാൽ കുറച്ചുകൂടെ പുതിയതാകുമ്പോൾ 2021-22 വന്നപ്പോഴത്തേന് അത് 96.2 ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, ഓർത്തോണം. പിന്നെ ഫസ്റ്റ് ലിറ്ററസി മുനിസിപ്പാലിറ്റി, അത് ഓർത്തോണം. ഫസ്റ്റ് ലിറ്ററസി മുനിസിപ്പാലിറ്റി കേരളത്തിലെ കോട്ടയം, ഓർത്തിരുന്നോണം. കേരളത്തിൽ മുനിസിപ്പാലിറ്റി കംപ്ലീറ്റ്, ഏതെങ്കിലും ഒരു മുനിസിപ്പാലിറ്റി കംപ്ലീറ്റ് സാക്ഷരത നേടിയത് കോട്ടയമാണ്. എന്നാൽ ഡിസ്ട്രിക്റ്റ് പറയുമ്പോൾ എറണാകുളമാണ്. അത് ഇന്ത്യയിൽ തന്നെ എറണാകുളം എന്ന് പറയാം. കാരണം കംപ്ലീറ്റ് ഒരു ഡിസ്ട്രിക്റ്റിൽ കംപ്ലീറ്റ് ലിറ്ററസി റേറ്റ് കവർ ചെയ്ത ഡിസ്ട്രിക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് എറണാകുളമെന്ന് ഓർത്തിരുത്തണം. അതുപോലെ തന്നെ പിന്നെ നമുക്ക് പറയേണ്ടത് നമ്മുടെ എഡ്യൂക്കേഷൻ ഹെൽത്ത് കാര്യങ്ങളാണ്. കാരണം നിങ്ങൾക്കറിയാമല്ലോ, കേരളം ഫേമസ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷനിലും ഹെൽത്തിലുമാണ്. ഈ രണ്ട് കാര്യത്തിലാണ് നമ്മൾ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ. അതിൽ എഡ്യൂക്കേഷനെ പറ്റി പറഞ്ഞാൽ നമുക്ക് ടോട്ടൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് 12,644 ആണ്, 12,644. അതിൽ തന്നെ ലോവർ പ്രൈമറി സ്കൂൾസ് 6,817, 6,817 ലോവർ പ്രൈമറി സ്കൂൾസ് ഉണ്ട്. അതുപോലെ 3037 3,037 UP സ്കൂളുകളുണ്ട്, അപ്പർ പ്രൈമറി സ്കൂൾ. പിന്നെ 2790 2790 ഹൈസ്കൂളുകളുണ്ട്. അങ്ങനെ മൊത്തം 12,644. പിന്നെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഏകദേശം 16 എണ്ണം ഉണ്ട് നമുക്ക്. അതിൽ തന്നെ പ്രത്യേക അക്കാഡമിക് യൂണിവേഴ്സിറ്റി, അതായത് ഡിഫറൻറ്റ് കോഴ്സസിന് വേണ്ടിയുള്ള അക്കാഡമിക് യൂണിവേഴ്സിറ്റി, ഒന്ന് കേരള യൂണിവേഴ്സിറ്റി, അത് തിരുവനന്തപുരം. അതുപോലെ കണ്ണൂർ യൂണിവേഴ്സിറ്റി കണ്ണൂർ, കാലിക്കട്ട് യൂണിവേഴ്സിറ്റി അതിൻ്റെ ആസ്ഥാനം മലപ്പുറമാണ്, പിന്നെ തേഞ്ഞിപ്പലം എന്ന് പറയും. അതുപോലെ തന്നെ കൊച്ചിൻ സയൻസ് ആൻഡ് ടെക്നോളജി കുസാറ്റ് എന്ന് പറയും, അതിൻ്റെ പിന്നെ ആസ്ഥാനം എറണാകുളമാണ്. പിന്നെ MG യൂണിവേഴ്സിറ്റി മഹാത്മാഗാന്ധി, അത് കോട്ടയമാണ്. അതുപോലെ ശ്രീനാരായണ ഇപ്പം പുതുതായിട്ട് തുടങ്ങിയ പ്രൈവറ്റ് കോഴ്സ് ഉൾപ്പെടെയുള്ളത്, പിന്നെ ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി കൊല്ലം. ഇത്രയുമാണ് നമ്മുടെ പ്രധാനപ്പെട്ട പിന്നെ യൂണിവേഴ്സിറ്റികൾ. പിന്നെ ടോട്ടൽ നമ്പർ ഓഫ് കോളേജസ് എടുത്താൽ ഏകദേശം മോർ ദാൻ 480 കോളേജുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പിന്നെ ഡിഫറൻറ്റ് സ്കീംസ് ഉണ്ട്. അതായത് നമ്മുടെ എഡ്യൂക്കേഷനെ റേസ് ചെയ്യത്തക്ക രീതിയിൽ, സ്റ്റാൻഡേർഡ് റേസ് ചെയ്യത്തക്ക രീതിയിൽ ഡിഫറൻറ്റ് സ്കീംസ് ഉണ്ട്. അതിൻ്റെ പേര് തന്നെ, അത് സ്റ്റാർട്ട് ചെയ്യുന്ന ആ സ്കീമിൻ്റെ പേര് കേരള സ്റ്റേറ്റ് ലിറ്ററസി മിഷൻ അതോറിറ്റി എന്നാണ്, KSLMA, കേരള സ്റ്റേറ്റ് ലിറ്ററസി മിഷൻ അതോറിറ്റി, KSLMA. അത് സ്പെഷ്യൽ ലിറ്ററസി പ്രോഗ്രാം ധാരാളമായിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് പല പ്രോഗ്രാമുകളുണ്ട്. അക്ഷരലക്ഷം, അത് ഇല്ലിറ്ററസിയെ വൈപ്പ് ഔട്ട് ചെയ്യാനാണ്. കംപ്ലീറ്റ് ഇല്ലിറ്ററസി അതായത് സാക്ഷരത കംപ്ലീറ്റ് കൊണ്ടുവരിക, സാക്ഷരത ഇല്ലായ്മ കളയുക, നിരക്ഷരരൊന്നും വേണ്ട, എല്ലാം സാക്ഷരർ മതി. അങ്ങനെ എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുക്കാൻ, ഇല്ലിറ്ററസി ഒഴിവാക്കാനുള്ള പ്രോഗ്രാമാണ് അക്ഷരലക്ഷം. പിന്നെ അക്ഷരസാഗരമുണ്ട്, കോസ്റ്റൽ റീജിയനിലുള്ള തീരപ്രദേശങ്ങളിലുള്ള ആൾക്കാർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന, പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. പിന്നെ സമഗ്ര എന്ന് പറയും, അതായത് SC കാറ്റഗറിക്കുള്ളതാണ്. അതുപോലെ നവചേതന എന്ന് പറയും, അത് ST കാറ്റഗറിയുടെ പ്രൊമോഷനാണ്. പിന്നെ ചങ്ങാതി, മൈഗ്രൻസ്, മറ്റ് സ്റ്റേറ്റിൽ നിന്നൊക്കെ നമ്മുടെ നാട്ടിലേക്ക് മൈഗ്രൻസ് ആയിട്ട് വന്ന് ഇവിടെ റെസ്റ്റ് ചെയ്യുന്ന, ഇവിടെ താമസിക്കുന്ന ആൾക്കാർ, ഇവിടെ സ്റ്റേ ചെയ്യുന്ന ആൾക്കാർ, അവർക്ക് വേണ്ടിയുള്ള വിദ്യാഭ്യാസമാണ്. പിന്നെ സമന്വയമുണ്ട്, അതായത് നമ്മുടെ ഇപ്പോൾ പുതുതായിട്ടുള്ളതാണ് ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയുള്ള പ്രോഗ്രാം. ഇതൊക്കെ നമുക്ക് എഡ്യൂക്കേഷൻ്റെ ഡെവലപ്മെൻറ്റായിട്ട് പറയാം. പിന്നെ അത് കഴിഞ്ഞ് ഹെൽത്തിലോട്ട് വരികയാണെങ്കിൽ പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ്
സ്പെഷ്യാലിറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട്. ധാരാളം പ്രൈമറി ഹെൽത്ത് സെൻറ്റേഴ്സ് ഉണ്ട്, ആയുർവേദ, ഹോമിയോപ്പതി, യൂനാനി, സിദ്ധ, അലോപ്പതി, ഇതൊക്കെ ധാരാളമുണ്ട്. പിന്നെ 14 ഗവൺമെൻറ് മെഡിക്കൽ കോളേജസ് ഇൻ കേരള, അതായത് 14 ഡിസ്ട്രിക്റ്റിലും ഓരോ കുറഞ്ഞ പക്ഷം ഒരു മെഡിക്കൽ കോളേജെങ്കിലും ഗവൺമെൻറ്റിൻ്റേതായിട്ടുണ്ട്. 14 മെഡിക്കൽ കോളേജസ്, ഗവൺമെൻറ് മെഡിക്കൽ കോളേജസ്. പ്രൈവറ്റ് ആണെങ്കിൽ 17 ഉണ്ട്, 17 പ്രൈവറ്റ് മെഡിക്കൽ കോളേജസ്. അതുപോലെ ദന്തൽ മെഡിക്കൽസ് അത് 4 എണ്ണമുണ്ട്, ആയുർവേദ 3 എണ്ണമുണ്ട്, അതുപോലെ ഹോമിയോപ്പതി 1. ഇങ്ങനെ എഡ്യൂക്കേഷൻ രംഗത്തും ഹെൽത്തിൻ്റെ രംഗത്തും വളരെയധികം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. പിന്നൊരു പോയിൻ്റ് ഇവിടെ പറയുന്നത് നമ്മുടെ ഫൈനാൻസ് രംഗമാണ്, ഫൈനാൻസ് രംഗം. അതുപോലെ തന്നെ ഹെൽത്തിൽ നമുക്ക് ലൈഫ് എക്സ്പെക്റ്റേഷൻ വളരെ കൂടുതലാണ്. അതുകൂടെ ഒന്ന് പറഞ്ഞേക്കാം. ലൈഫ് എക്സ്പെക്റ്റേഷൻ എടുക്കുമ്പോൾ അത് 70 ലൈഫ് എക്സ്പെക്റ്റേഷൻ, അതായത് നമുക്ക് അതുകൂടെ ഒന്ന് ഓർത്തിരുന്ന അതിൻ്റെ അകത്തിൽ ലൈഫ് എക്സ്പെക്റ്റേഷൻ, അതായത് പരമാവധി ജീവിത തോത് 75 ആണ് കഴിഞ്ഞ സെൻസസിൽ. ഇപ്പോഴ് 77.4 ആണ്, 77.4. അതിൽ തന്നെ മെയിൽ എക്സ്പെക്റ്റേഷൻ 72 ആയിരുന്നു, ഇപ്പോൾ അത് 75 ആയിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതായത് ആണുങ്ങളുടെ ജീവിതകാലം 72 ആയിരുന്നു, ഇപ്പോൾ അത് 75 മാറി. ഫീമെയിൽ കുറേ കൂടെ മുന്നൽ, അതായത് 76 ആയിരുന്നു, ഇപ്പോൾ 80.15 ആയിട്ടുണ്ട്, 80.15. പിന്നെ അതുപോലെ ബർത്ത് റേറ്റ് പറയുകയാണെങ്കിൽ ബർത്ത് റേറ്റ് പെർ 1000 പോപ്പുലേഷൻ, ഓരോ 1000 പോപ്പുലേഷൻ ബർത്ത് റേറ്റ് 14.3 ആണ്. അത് 2018-19 കണക്കാണ്. 14.3. ഡെത്ത് റേറ്റ് എന്ന് പറയുന്നത് 7.6 ഉള്ളൂ, 7.6. ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി, അതായത് പ്രസവത്തോട് തന്നെ ജനിക്കുമ്പോൾ തന്നെ കുട്ടികൾ മരണപ്പെടുന്നത് അത് വളരെ കുറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ അത് 7 ഉള്ളൂ, 7. അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് മെറ്റേണൽ മോർട്ടാലിറ്റി 0.8 ഉള്ളൂ. അതായത് ഉണ്ടാകുന്ന അതേ സമയത്ത് തന്നെ മരിക്കുന്നത് 0.8 മാത്രമേ ഉള്ളൂ. ഇൻഫാൻ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം 1 വയസ്സ് 1.5 വയസ്സിനും മുമ്പ് മരണപ്പെടുന്നവർ ഏകദേശം 7% ഉള്ളൂ. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ആരോഗ്യരംഗത്ത്, ഹെൽത്ത് രംഗത്ത് ലൈഫ് എക്സ്പെക്റ്റേഷനൊക്കെ വളരെ കൂടുതലാണ്. പിന്നൊരു പോയിൻ്റ് പറയാനുള്ള ലാസ്റ്റല്ല, ഇനി ഒരു പാർട്ട് കൂടെ ഉണ്ട്. പിന്നെ ഫൈനാൻസ് കമ്മീഷൻ, നമ്മുടെ കേരള കാര്യങ്ങളെല്ലാം, ഫൈനാൻസ് കാര്യങ്ങളെല്ലാം നടത്തുന്ന സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഫൈനാൻസ് കമ്മീഷൻ്റെ അണ്ടറിൽ സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷനുണ്ട്. അത് ആദ്യത്തെ സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷൻ 1994 ഓർത്തോണം. 1994 ഫസ്റ്റ് ഫൈനാൻസ് കമ്മീഷൻ കേരളത്തിൽ വരുന്നത്. അതിൻ്റെ ഹെഡ് ചെയർമാൻ എന്ന് പറയുന്നത് PM എബ്രഹാമാണ്. ഇപ്പോൾ അങ്ങോട്ട് കഴിഞ്ഞത് പ്രസൻ്റായിട്ട് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ, അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിഞ്ഞു, പുതിയ ആൾ വന്നിട്ടില്ല. SM വിജയാനന്ദ് പറയും, പ്രസൻറ്റ് ലാസ്റ്റിലെ ആളാണ് SM വിജയാനന്ദ്. ഇത്രയും കാര്യങ്ങൾ കേരള എക്കോണമിയുടെ സെക്കൻഡ് പാർട്ടിൽ ഓർത്തിരിക്കുക. ഇനി നമ്മുടെ ലോക്കൽ അഡ്മിനിസ്ട്രേഷനും മെയിൻ അഡ്മിനിസ്ട്രേഷനും ഉൾപ്പെടെയുള്ള വലിയൊരു ഭാഗമുണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ. ഓക്കെ.